കൃഷ്ണ ഗുരുവായൂരപ്പ. ഇന്ന് നമുക്ക് ശ്രീകൃഷ്ണ അവതാര കഥ കേൾക്കാം. അങ്ങനെ കൃഷ്ണൻ ഭൂമിയിൽ അവതരിക്കാൻ പോകുന്നു. കംസൻ വാസുദേവരുടെയും ദേവകിയുടെയും മൂത്ത പുത്രനായ കീർത്തിമാനെ വധിച്ച കാര്യമാണല്ലോ ഇന്നലെ പറഞ്ഞിരുന്നത്. ആ ഒരു സംഭവത്തിൽ യാദവരൊക്കെ കംസനെ കുറ്റപ്പെടുത്തുകയും ശപിക്കുകയും ഒക്കെ ചെയ്തിരുന്നല്ലോ. അതിൽ പിന്നെ കംസന് യാദവ കുലത്തോട് തന്നെ വെറുപ്പായി തുടങ്ങി. അയാൾ യാദവരെ പല രീതിയിലും പീഡിപ്പിക്കാൻ തുടങ്ങി. യാദവന്മാരുടെ ഭരണാധികാരിയാണ് എന്ന ഒറ്റ കാരണത്താൽ സ്വന്തം പിതാവായ ഉഗ്രസേനനെ പോലും കംസൻ കാരാഗൃഹത്തിൽ അടച്ചു. എന്നിട്ട് രാജ്യം തൻ്റെ അധീനതയിലാക്കി. പിന്നീട് ജരാസന്ധൻ്റെ പുത്രിമാരെ വിവാഹം ചെയ്തു. അങ്ങനെ ജരാസന്ധനും കംസൻ്റെ മിത്രമായി. കൂടാതെ പ്രലംബൻ, ഭഗൻ, ചാണൂരൻ, തൃണാവർത്തൻ, അഘാസുരൻ, വൃഷ്ടികൻ, അരിഷ്ടൻ, ദ്വിവിധൻ, കേശി, ധേനുകൻ, പൂതന തുടങ്ങിയവരും കംസന് സ്നേഹിതരായി തീർന്നു. കംസൻ്റെ ശല്യം ഭയന്ന് യാദവർ അയൽരാജ്യങ്ങളിൽ അഭയം തേടി. അതിനിടെ ദേവകിയുടെ 6 കുഞ്ഞുങ്ങളെയും ദുഷ്ടനായ കംസൻ കൊന്നിരുന്നു. ഇപ്പോൾ ദേവകി 7ാമത് ഗർഭം ധരിക്കുകയാണ്. ശ്രീനാരായണൻ്റെ അംശമായ ആദിശേഷനാണ് 7ാം ഗർഭമായി ദേവകിയിൽ പ്രവേശിച്ചത്. ഇതുകഴിഞ്ഞ് 8ാമത്തെ ശിശുവാണ് കംസൻ്റെ ഘാതകനായി പിറക്കാൻ പോകുന്നത്. അതോർത്ത് കംസന് തീരെ സമാധാനമില്ല. ഭൂമിയിൽ അധർമ്മം വല്ലാതെ വർദ്ധിച്ചിരിക്കുന്നു. എങ്ങും കൊള്ളരുതായ്മയും അനീതിയും. അതുകൊണ്ട് ഭഗവാൻ നാരായണൻ ഭൂമിയിൽ അവതരിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഒരു നാൾ ശ്രീനാരായണൻ യോഗമായിയോട് പറഞ്ഞു, അല്ലയോ ദേവി യോഗമായേ, ഭൂമിയിൽ അധർമ്മവും അനീതിയും എന്തെന്നില്ലാതെ വർദ്ധിച്ചിരിക്കുന്നു. യാദവ കുലത്തിൽ പിറന്നവർക്ക് ഭൂമിയിൽ കഴിയാനാവാതെ വന്നിരിക്കുന്നു. ഏതായാലും ഭൂമിയിൽ എൻ്റെ അവതാരം കൂടിയേ തീരൂ എന്ന സ്ഥിതിയാണ്. എന്നാൽ അതിനു മുമ്പായി ദേവി ഒരു കാര്യം ചെയ്യണം. ദേവി എത്രയും വേഗം നന്ദഗോപൻ താമസിക്കുന്ന ഗോകുലത്തിലെത്തണം. അവിടെ വസുദേവൻ്റെ ഭാര്യ ദേവകിയുണ്ട്. മറ്റു ഭാര്യമാരൊക്കെ കംസൻ്റെ ശല്യം കാരണം അവിടം വിട്ടു പോയിരിക്കുകയാണ്. ദേവകി ഇപ്പോൾ 7ാമത് ഗർഭം ധരിച്ചിരിക്കുകയാണ്. ഈ ഗർഭം എൻ്റെ തന്നെ അംശമായ ആദിശേഷനാണ്. ദേവകി സ്വീകരിച്ചിരിക്കുന്ന ഈ ആദിശേഷ ഗർഭത്തെ രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റി സ്ഥാപിക്കണം. യോഗമായായ ദേവി തന്നെ ആരും അറിയാതെ ഇത് ചെയ്യണം. ദേവകിയിൽ നിന്ന് രോഹിണിയിലേക്ക് മാറ്റപ്പെടുന്ന ഗർഭസ്ഥ ശിശു സംഘർഷണൻ എന്നും ബലരാമൻ എന്നും അറിയപ്പെടും. അടുത്തതായി ഞാൻ തന്നെയാണ് ദേവകിയുടെ ഗർഭത്തിൽ പ്രവേശിക്കുക. അപ്പോൾ യോഗമായായ ദേവി യശോദയുടെ ഗർഭത്തിലും പ്രവേശിക്കണം. ഈ ജനനത്തിലൂടെ ഭവതി ഭൂമിയിലാകെ ഈശ്വരിയായി തീരും. ശ്രീനാരായണ ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് ദേവി യോഗമായ ഭൂമിയിലെത്തി. ദേവകിയിൽ നിന്ന് രോഹിണിയിലേക്ക് ഗർഭസ്ഥ ശിശുവിനെ മാറ്റി. യോഗമായയുടെ ശക്തി കൊണ്ട് ദേവകിയോ രോഹിണിയോ ഒന്നും അറിഞ്ഞില്ല. ഒടുവിൽ ദേവകിയുടെ ഗർഭം അലസിപ്പോയെന്ന വാർത്ത പരന്നു. ആ വാർത്ത കേട്ട കംസൻ സന്തോഷിച്ചു. പക്ഷേ സംഘർഷണൻ, അതായത് ബലരാമൻ, രോഹിണിയുടെ ഗർഭപാത്രത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. ദേവകി 8ാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചു. ഈ വിവരമറിഞ്ഞ് കംസൻ എന്തു ചെയ്തെന്നോ, കാരാഗൃഹത്തിൽ കാവൽ ശക്തിപ്പെടുത്തി. ഒരു രീതിയിലും ദേവകിയോ കുഞ്ഞോ രക്ഷപ്പെടരുത്. 24 മണിക്കൂറും ഭടന്മാർ കാവൽ നിൽക്കുകയാണ്. എങ്കിലും കംസന് ഒരു സമാധാനവുമില്ല. ഊണും ഉറക്കവും ഇല്ലാതെയായി. ഏതു നേരവും ദേവകിയുടെ ഗർഭത്തിലെ കുഞ്ഞിനെക്കുറിച്ചുള്ള വിചാരവും ഭയവും മാത്രം. കാരാഗൃഹത്തിലാണ് ദേവി കഴിയുന്നതെങ്കിലും അവർ സന്തോഷവതിയും ആരോഗ്യവതിയുമായി കാണപ്പെട്ടു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, സാക്ഷാൽ ശ്രീനാരായണനാണല്ലോ ദേവകിയുടെ ഉദരത്തിൽ ശിശുവായി കിടക്കുന്നത്. അപ്പോൾ ക്ഷീണവും ദുഃഖവും ഉണ്ടാകുന്നത് എങ്ങനെ? ദിവസങ്ങൾ നീങ്ങുന്തോറും കംസന് സ്വസ്ഥത തീരെ ഇല്ലാതായി. സഹികെട്ട് കംസൻ ഗർഭിണിയായ ദേവകിയെ തന്നെ കൊന്നാലോ എന്ന് ആലോചിച്ചു പോയി. പക്ഷേ ലോകാപവാദം ഓർത്ത് ഒന്നും ചെയ്തില്ല. കംസൻ ഭയത്തോടെ ദിവസങ്ങൾ എണ്ണി നീക്കി. ദേവകിയുടെ പ്രസവം അടുത്തു. സ്വർഗത്തിൽ നിന്ന് മഹാദേവനും ബ്രഹ്മാവും മറ്റു ദേവന്മാരും കാരാഗൃഹത്തിൽ ദേവകിയുടെ സമീപത്തെത്തി. അവർ ശ്രീനാരായണനെ സ്തുതിച്ചു. ഭഗവാൻ ശ്രീനാരായണൻ്റെ അമ്മയാകാൻ പോകുന്ന ദേവകിയെ അവർ വന്ദിച്ചു. എല്ലാം ലോക നന്മയ്ക്കാണെന്ന് പറഞ്ഞ് അവർ ദേവകിയെ സാന്ത്വനിപ്പിച്ചു. മംഗളമുഹൂർത്തം വരവായി. എങ്ങും ഐശ്വര്യത്തിൻ്റെ പ്രഭാപൂരം. ഭഗവാന്റെ പുണ്യജന്മം വിളിച്ചറിയിച്ചുകൊണ്ട് ആകാശത്ത് നിന്ന് ഹർഷഗീതികൾ ഉയർന്നു. ദുന്ദുഭിനാദം മുഴങ്ങി. എങ്ങും സുഗന്ധപ്പുകയുടെ ദിവ്യ പരിമളം തലോടിക്കൊണ്ടിരിക്കുന്ന ഇളം തെന്നൽ. ഭഗവാന്റെ ജന്മത്തിൽ പ്രകൃതിക്ക് പോലും ഹർഷപുളകം. കൂരിരുട്ടിൽ സംഭവിച്ച
സൂര്യപ്രസവം പോലെ ദേവകി ശ്രീനാരായണനെ ഭൂമിദേവിക്ക് സമ്മാനിച്ചു. തങ്ങൾക്ക് കൈവന്ന പുണ്യമോർത്ത് വാസുദേവനും ദേവകിയും സന്തോഷത്താൽ മതിമറന്നു. സാക്ഷാൽ ശ്രീനാരായണൻ്റെ അച്ഛനമ്മമാരാവാൻ ഭാഗ്യം ലഭിച്ചവർ ലോകത്ത് മറ്റാരുണ്ട്? വാസുദേവൻ ശിശുരൂപം പൂണ്ട് കിടക്കുന്ന ശ്രീനാരായണൻ്റെ മുന്നിൽ തൊഴുകൈയോടെ നിന്നു. അപ്പോൾ ആ കുഞ്ഞ് അച്ഛനമ്മമാർക്ക് സ്വന്തം രൂപം കാട്ടിക്കൊടുത്തു. ശംഖ്, ചക്രം, ഗദ, താമര എന്നിവ ധരിച്ചിട്ടുള്ള 4 കൈകൾ, മാറിൽ ശ്രീവത്സം എന്ന മറുക്, കഴുത്തിൽ കൗസ്തുഭരത്നം, കാതുകളിൽ കുണ്ഡലം, എങ്ങും പ്രഭാപ്രസരം. ഈ ഈശ്വര ചൈതന്യത്തെ വസുദേവനും ദേവകിയും കൺകുളിർക്കെ ഭക്ത്യാദരങ്ങളോടെ നോക്കി നിന്നു. അപ്പോഴേക്കും ഭഗവാൻ അരുളി ചെയ്തു, ഒന്നുകൊണ്ടും ഭയപ്പെടാനില്ല. എന്നെ കംസന് കൊല്ലാനാവില്ല. നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത സത്കർമ്മങ്ങൾ കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മകനായി പിറന്നത്. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. ഗോകുലത്തിൽ ഇതേ സമയം യശോദയ്ക്കും ഒരു കുഞ്ഞ് പിറന്നിട്ടുണ്ട്. എന്നെ യശോദയുടെ അടുക്കലെത്തിച്ചിട്ട് യശോദയുടെ കുഞ്ഞിനെ ഇവിടേക്ക് കൊണ്ടുവരിക. ഇത്രയും പറഞ്ഞ് ആ ഈശ്വര രൂപം സാധാരണ ശിശുവായി മാറി. കാരാഗൃഹത്തിൽ കഴിയുന്ന ഞങ്ങൾ എങ്ങനെയാണ് യശോദയുടെ അടുക്കൽ ഈ ശിശുവിനെ എത്തിക്കുക? മുന്നിൽ അടച്ചുപൂട്ടിയ കനത്ത കാരാഗൃഹവാതിലുകൾ, പോരെങ്കിൽ വാളേന്തിയ കാവൽക്കാരും. ഈ അവസ്ഥയിൽ ഇവിടെ നിന്ന് എങ്ങനെയാണ് പുറത്തു കടക്കുക? വസുദേവൻ ആലോചിച്ച് വിഷമിച്ചു. കുട്ടിയെ ഒരു നേരെ പൊതിഞ്ഞ് ചെറിയൊരു കുട്ടയിൽ കിടത്തി. എന്നിട്ട് പൂട്ടിക്കിടന്ന പടുകൂറ്റൻ വാതിലിൻ്റെ മുന്നിലേക്ക് കുട്ടയുമെടുത്ത് നടന്നു. അടഞ്ഞുകിടന്ന വാതിലിന് മുന്നിൽ നിരാശയോടെ വസുദേവൻ നിന്നു. ശ്രീനാരായണനെ കണ്ണടച്ച് മനസ്സിൽ ധ്യാനിച്ചു, പ്രാർത്ഥിച്ചു. അത്ഭുതമെന്നേ പറയണ്ടു. കണ്ണു തുറന്നപ്പോൾ വാതിൽ പൂട്ടുകൾ പിളർന്നു മാറി വാതിൽ താനെ തുറക്കുന്നതാണ് വസുദേവൻ കണ്ടത്. വസുദേവൻ കുട്ടയുമായി പുറത്തിറങ്ങി. പുറത്ത് കാവൽക്കാർ സുഖനിദ്രയിലാണ്. വസുദേവൻ കുട്ടിയെയും കൊണ്ട് ഗോകുലത്തിലേക്ക് നടന്നു. കൂരിരുട്ടിലും വസുദേവൻ്റെ മുന്നിൽ വഴി പ്രകാശമാനമായി. വസുദേവൻ യമുനാ തീരത്തെത്തി. പെട്ടെന്ന് കാറ്റും മഴയും, കോരിച്ചൊരിയുന്ന മഴ, ഭീതി ജനിപ്പിക്കുന്ന ഇടിയും മിന്നലും. എങ്ങനെയാണ് ഈ നദി കടന്ന് അക്കുരെ ഗോകുലത്തിലെത്തുക? വസുദേവൻ വിഷമിച്ചു. രണ്ടും കൽപ്പിച്ച് വസുദേവൻ നദിയിലിറങ്ങി. വീണ്ടും അത്ഭുതം. നദിയിലെ വെള്ളം ഇരുവശങ്ങളിലേക്കായി മാറി. അനന്തൻ 1000 പത്തി വിടർത്തി വസുദേവനെയും കുഞ്ഞിനെയും മഴയിൽ നിന്ന് രക്ഷിച്ചു. വസുദേവൻ ഗോകുലത്തിലെത്തി. എങ്ങും കടുത്ത നിശബ്ദത. നന്ദഗോപരുടെ വീട്ടിൽ എല്ലാവരും ഉറക്കത്തിലാണ്. വസുദേവരുടെ മുന്നിൽ നന്ദഗോപരുടെ വീട്ടുവാതിൽ താനെ തുറന്നു. യശോദയുടെ അരികിലെത്തി. യശോദ നല്ല ഉറക്കത്തിലാണ്. തൊട്ടടുത്ത് കിടക്കുന്ന പെൺകുഞ്ഞും സുഖമായി ഉറങ്ങുന്നു. വസുദേവൻ കുട്ടയിൽ നിന്ന് കുഞ്ഞിനെ എടുത്ത് പതുക്കെ യശോദയുടെ അരികിൽ കിടത്തി. എന്നിട്ട് യശോദയുടെ പെൺകുഞ്ഞിനെയും എടുത്ത് പുറത്തു കടന്നു. ഒന്നും അറിയാതെ പോലെ വസുദേവൻ ഗോകുലം വിട്ട് മധുരയിലെത്തി. കുഞ്ഞിനെ ദേവകിക്കരികെ കിടത്തി. അപ്പോഴേക്കും കാരാഗൃഹത്തിലെ വാതിലുകൾ താനേ അടഞ്ഞു. പൂട്ടുകൾ തന്നെത്താൻ വീണു. എല്ലാം പഴയ പോലെ ഭദ്രം. 8ാമത്തെ കുഞ്ഞിനെയും പ്രസവിച്ച് ദേവകി കാത്തിരുന്നു, കുഞ്ഞിൻ്റെ അമ്മാവനായ കംസൻ്റെ വരവിനായി. ഇനി നമുക്ക് യോഗമായ ദേവിയുടെ കളി കാണാം. ഈ സമയം ഊണും ഉറക്കവും നഷ്ടപ്പെട്ട കംസൻ കാരാഗൃഹത്തിൽ നിന്നുള്ള വാർത്തയ്ക്ക് ഉത്കണ്ഠയോടെ കാത്തിരിക്കുകയാണ്. എന്താണ്, എപ്പോഴാണ് ദേവകി അവളുടെ 8ാമത്തെ കുഞ്ഞിനെ പ്രസവിക്കുന്നത്? അതിനെ കൊന്നു കുഴിച്ചു മൂടിയിട്ട് വേണം ഒന്ന് സ്വസ്ഥമായി വിശ്രമിക്കാൻ. കംസൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് കൊട്ടാരവാതിലിൽ വൃദ്ധൻ്റെ ശബ്ദം കേട്ടത്. പ്രഭോ, ദേവകി പ്രസവിച്ചു. അങ്ങ് എത്രയും വേഗം വന്നാലും. സന്തോഷകരമല്ലെങ്കിലും കംസൻ കേൾക്കാൻ കാത്തിരുന്ന വാർത്തയാണിത്. കംസൻ ചാടി എഴുന്നേറ്റു. മൂർച്ച കൂട്ടി സൂക്ഷിച്ചിരിക്കുന്ന വാളെടുത്തു. എന്നിട്ട് വായുവേഗത്തിൽ കാരാഗൃഹത്തിലെത്തി. കംസൻ്റെ ചുവന്നു തൊടുത്ത കണ്ണുകളിൽ ക്രൂരതയുടെ ചോരത്തുള്ളികൾ. കംസൻ സമനില തെറ്റിയ മട്ടുണ്ട്. ഊരിപ്പിടിച്ച വാളുമായി ആ കുഞ്ഞിൻ്റെ മുന്നിൽ നിന്ന് അട്ടഹസിച്ചലറുകയാണ്. ഓ, ഈ കുഞ്ഞ് കൃമികീടം! ഇതാണോ എന്നെ കൊല്ലാൻ പോകുന്നത്? കംസൻ കുഞ്ഞിൻ്റെ നേരെ കാലുയർത്തി. ദേവകി കംസൻ്റെ കാൽ പിടിച്ചു. കംസൻ ദേവകിയെ കാലുകൊണ്ട് കോരി ദൂരത്തെറിഞ്ഞു. എന്നിട്ടും അവൾ കംസൻ്റെ അടുക്കൽ ഇഴഞ്ഞെത്തി. കാല് പിടിച്ചപേക്ഷിച്ചു. എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ, ഇതൊരു പെൺകുട്ടിയാണ്. ഇവളെയെങ്കിലും എനിക്ക് തരൂ. എൻ്റെ മറ്റു കുഞ്ഞുങ്ങളെയെല്ലാം അങ്ങ് കൊന്നു. ഇതിനെയെങ്കിലും വെറുതെ വിടൂ. ഉഗ്രപ്രതാപിയായ അങ്ങയെ എങ്ങനെയാണ് ഈ പെൺകുട്ടി കൊല്ലുന്നത്? ജ്യേഷ്ഠ, ഞാൻ കാൽ പിടിക്കുന്നു. ഈ കുഞ്ഞിനെയെങ്കിലും എനിക്ക് തരൂ. ദേവകി പറഞ്ഞു തീർന്നില്ല. അതിനു മുൻപ് തന്നെ കോപാകുലനായ കംസൻ അവളെ വീണ്ടും കാൽ കൊണ്ട് കോരി ദൂരെ എറിഞ്ഞു.
ദേവകി നിലത്ത് വീണ് ഉരുണ്ടു. കംസൻ ഇടതു കൈകൊണ്ട് ആ കുഞ്ഞിൻ്റെ കാലുകളിൽ പിടിച്ചെടുത്ത് പൊക്കി. കുഞ്ഞ് തലകീഴായി കിടക്കുന്നു. കംസൻ്റെ വലതു കൈയിൽ ഊരിപ്പിടിച്ച വാൾ തിളങ്ങുന്നു. അയാൾ അട്ടഹസിക്കുകയാണ്. അട്ടഹാസം ചുവരുകളിൽ തട്ടി അവിടമാകെ മുഴങ്ങുകയായി. തലകീഴായി കിടക്കുന്ന കുട്ടിക്ക് നേരെ വാളങ്ങിക്കൊണ്ട് വീണ്ടും ആർത്ത് ചിരിക്കുകയാണ് കംസൻ. എന്നെ കൊല്ലാൻ പിറന്ന കൊലയാളി പെണ്ണ്, ഇവളെ ഞാൻ. കംസൻ വാളോങ്ങി. പക്ഷേ ഒരു നിമിഷം അയാൾ ആലോചിച്ചു. എൻ്റെ വാൾ ഇത്തരം കൃമികളെ കൊല്ലാനുള്ളതല്ല, ഉഗ്രപ്രതാപികളായ ശത്രുക്കളെ വകവരുത്താനുള്ളതാണ്. എൻ്റെ ഈ വാൾ കൊണ്ട് ചാകാൻ ഈ കൃമിക്ക് എന്തു യോഗ്യത? ഈച്ചയെ കൊല്ലാൻ എന്തിനാണ് മഴു? ഇതിനെ ഈ കരിങ്കൽ തറയിൽ ഇടിച്ചു കൊല്ലുന്നതാണ് ഭേദം. കംസൻ കുട്ടിയുടെ കാലുകളിൽ പിടിച്ച് കല്ലിന്മേൽ ഇടിക്കാനായി മേൽപോട്ടുയർത്തി. എന്നിട്ട് കരിങ്കൽ ലക്ഷ്യമാക്കി കംസൻ്റെ കൈകൾ താഴേക്ക് ഊക്കോടെ താഴ്ന്നു. അപ്പോഴേക്കും അവൻ്റെ കൈകളിൽ ആ കുഞ്ഞില്ല. യോഗമായയായ കുഞ്ഞ് കംസൻ്റെ കയ്യിൽ നിന്ന് വഴുതി ആകാശത്തേക്ക് ഉയർന്നു പോയി. ഇത് കണ്ട കംസൻ വിസ്മയാധീനനായി. എന്താണിത്? ആരാണീ കുഞ്ഞ്? അപ്പോഴേക്കും ആകാശത്ത് നിന്ന് ആ കുഞ്ഞ് ദേവീരൂപത്തിൽ പ്രത്യക്ഷയായി. അന്തരീക്ഷത്തിൽ സുഗന്ധപ്പുക പരന്നു. അമ്പ്, വില്ല്, ശംഖ്, ചക്രം, ഗദ, രത്നാഭരണങ്ങൾ ഇവയൊക്കെ ധരിച്ച ദേവി ആകാശത്ത് നിന്ന് കംസനോടായി പറഞ്ഞു, അരേ ദുരാചാര, ദുഷ്ട, നീച, എന്നെ കൊന്നിട്ട് നിനക്ക് എന്തു നേടാമെന്നാണ്? നിന്റെ ശത്രു, നിന്റെ ഘാതകൻ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞു. നീ ഇനിയെങ്കിലും നിരപരാധികളെ കൊല്ലാതിരിക്കുക. ഇത്രയും പറഞ്ഞ് ദേവി ആകാശത്തിൽ എവിടെയോ മറഞ്ഞു. കുറേ നേരം ആ സുഗന്ധപ്പുക അവിടമാകെ തങ്ങി നിന്നു. കംസൻ എന്തു വേണമെന്നറിയാതെ ഭയപ്പാടോടെ അവിടെ തന്നെ നിലകൊണ്ടു. ഒടുവിൽ ഭൃത്യന്മാരുടെ സഹായത്തോടെ കൊട്ടാരത്തിൽ കിടപ്പറയിലെത്തി. കിടക്കയിൽ തളർന്നു വീണു. നമുക്ക് കാത്തിരിക്കാം കംസനെ കൊല്ലാനായുള്ള ശ്രീകൃഷ്ണൻ്റെ വരവിനായി.